മണി നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വളരെ പ്രധാന ഘടകമായി മാറിയിരിക്കുന്ന ഒന്നാണല്ലേ മണി എന്ന് പറയുന്നത്. ഇന്നത്തെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് മണി. നമുക്ക് എന്ത് കാര്യങ്ങൾ നടക്കണമെങ്കിലും എന്ത് കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ആവശ്യമാണ്? ക്യാഷ് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് അല്ലേ? പക്ഷേ നമ്മൾ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുകയും രാവിലെ തൊട്ട് രാത്രി വരെ കിടന്ന് ജോലി ചെയ്യുന്ന ഇതെല്ലാം ചെയ്താണെങ്കിൽ നമുക്ക് നമ്മുടെ വരുമാനത്തിൽ എന്തുണ്ടാവുന്നില്ല. ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എവിടേക്കോ അതിന് ഓരോ തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അത്രയും നമുക്ക് പൈസ ലഭിക്കുന്നില്ല. എന്താണെന്നറിയാമോ അങ്ങനെ ലഭിക്കാത്തത്? നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ കൊണ്ടാണ് നമുക്ക് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലോട്ട് നമുക്ക് പൈസ വരാത്തത്. കാരണം നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ എന്തുണ്ട്? ഒരു നിധി ഉണ്ടാക്കുക, ഒരു ശേഖരമുണ്ട്. പക്ഷെ നമ്മൾ ആ നിധി ശേഖരത്തെ മനസ്സിലാക്കാതെ നമ്മൾ എന്താണ് ദാരിദ്ര്യം പറഞ്ഞും ദാരിദ്ര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ എന്നും ഇല്ലായ്മകൾ മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉണ്ടെങ്കിൽ മറ്റൊരാളോട് എന്താണ് പറയുന്നത്? ഇല്ല. നമ്മുടെ കുറവുകളാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നമുക്കിപ്പോൾ അത്യാവശ്യം പൈസ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കാണും, പക്ഷെ വേറൊരാൾ നമ്മുടെ അടുക്ക് പൈസ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇല്ല എന്നുള്ളത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ മെയിനായിട്ട് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷനിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ചിന്തകളാണ് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. നമ്മൾ പോലും അറിയാതെ പറ്റിപ്പോകുന്നൊരു തെറ്റാണ്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഓരോ കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുതരുന്നത് നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നതും ചിന്തിക്കുന്നതും ദാരിദ്ര്യത്തെക്കുറിച്ചും നമ്മുടെ പൈസ ഇല്ലായ്മയെക്കുറിച്ചും നമ്മുടെ കടത്തെക്കുറിച്ചും മാത്രമാണെങ്കിൽ നമുക്ക് ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നമ്മളിലേക്ക് തെളിഞ്ഞു വരത്തില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ദാരിദ്ര്യം, നമ്മളൊരു രൂപ പോലും ചിലവാക്കുന്നതിൽ നമ്മൾ വിഷമിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഒരു രൂപ നമ്മൾ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ തിരിച്ചു വരാനുള്ളൊരു മാർഗം ആ പൈസയ്ക്ക് നമ്മളോട് തോന്നില്ല. കാരണം നമ്മൾ പൈസ ഇഷ്ടപ്പെടുന്നില്ല. പൈസ ഇഷ്ടം നമുക്ക് ആ ആഗ്രഹം നടന്ന് കിട്ടുന്നിടം വരെ മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്കൊരു മാസത്തെ ഒരു സാലറി കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മൾ ആ സാലറി സ്പെൻഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളിൽ നിന്ന് പോകുന്നു. നമ്മളൊരു രൂപ ചിലവാക്കുന്നത് പോലും നമ്മൾ അടുത്ത ദിവസം തൊട്ട് നമ്മൾ ആ ഒരു രൂപ ചിലവാക്കുന്നത് നമ്മൾ വിഷമത്തോടെയാണ്. അതാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിലുള്ള പൈസ നമ്മളിലേക്ക് ആകർഷമായിട്ട് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ പൈസയെ സ്നേഹിക്കണം. നമ്മൾ ആർത്തിയോടെ പൈസയെ കണ്ടാൽ മാത്രമേ നമ്മളിലേക്ക് അത്രയും തീവ്രമായിട്ട് നമ്മൾ പൈസ സ്നേഹിച്ചാൽ നമ്മളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ഈ പ്രപഞ്ചശക്തിയെ നമ്മൾ എത്രത്തോളം വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് വരുന്നു, അത്രയും നമ്മളിലേക്ക് നമുക്ക് ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഫ്രീക്വൻസി എപ്പോഴും ഹൈ ഫ്രീക്വൻസി ആയിരിക്കണം. നമ്മുടെ മൈൻഡ് എപ്പോഴും നല്ല മൈൻഡോട് കൂടി നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാതെ നമ്മൾ പണത്തെ ആകർഷിക്കണം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ മണി ബ്ലോക്സ് വരുന്നതെന്നുള്ളതും അതിനുള്ള കാരണങ്ങളും അതെങ്ങനെ മാറ്റി നമുക്ക് നല്ലൊരു ജീവിതം, നമുക്ക് എല്ലാവർക്കും പൈസ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കും അല്ലേ? നമുക്ക് ഈ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യം മണി ആയതുകൊണ്ട് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗം ക്ലിയർ ആവും അല്ലേ? നമുക്ക് പൈസ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ക്ലിയറായി നല്ല രീതിയിൽ പോകും. അപ്പം നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ഒന്നുമല്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാമിംഗ് ചെയ്ത് എങ്ങനെ നമുക്ക് സമ്പൽ സമൃദ്ധിയിൽ വരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് പറയട്ടെ, നിങ്ങൾ ഇത്രയും നാൾ നമ്മൾ ദാരിദ്ര്യം പറച്ചിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് തൊട്ട് നിർത്തുക. കാരണം നമ്മുടെ മനസ്സിന് 2 തലങ്ങളാണുള്ളത്. ഒന്ന് ബോധ മനസ്സും ഒന്ന് അപബോധ മനസ്സ്. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ്, അതായത് നമ്മൾ ഉണർന്നിരിക്കുന്ന ടൈം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. അതിന് ഭയങ്കര സംശയങ്ങളും എല്ലാത്തിനോടും പല പല ചിന്തകളും എല്ലാത്തിനോടും നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനാണ് ഫീലിങ്സ് ഉള്ളത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഫീലിങ്സ് ഇല്ല. അതിന് ശരി ഏതാ തെറ്റ് ഏതാ ഒന്നും അറിയത്തില്ല. നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ പുറത്തോട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരിപ്പം ഉദാഹരണത്തിനായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു ജോലിയിൽ നമുക്ക് കയറാൻ
നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ ടെൻഷൻ കൊടുത്തേക്കാണ്. ആദ്യമായിട്ടൊരു ജോലിക്ക് കയറുന്ന ഒരാൾക്ക് നമുക്ക് അതിനെക്കുറിച്ച് 100 ടെൻഷനാണ്. എങ്ങനെയായിരിക്കും ആ ജോലി, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും, നമ്മളിങ്ങനെ ഉള്ളിലേക്ക് നിരന്തരം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ടെൻഷനുള്ള രീതിയിലാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ജോലി എന്നുള്ളൊരു പുതിയൊരു ജോലി എന്നുള്ളത് കേൾക്കുമ്പോൾ, ഒരു ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് വരുന്നത്? ടെൻഷനായിരിക്കും. അതുപോലാണ് നമ്മൾ നിരന്തരം നമ്മൾ കടമാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് കടം എന്നുള്ളൊരു ഒരു ചിന്തയല്ലാണ്ട് അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ളൊരു പുതിയ വഴി നമ്മളിലേക്ക് തെളിഞ്ഞു വരത്തില്ല. നമുക്ക് എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഇതുവരെ കൊടുത്തു വെച്ചേക്കുന്ന നെഗറ്റീവുകളെ നമ്മൾ പയ്യനെ ഇല്ലാതാക്കണം. അതെങ്ങനെ ഇല്ലാതാക്കണം? നെഗറ്റീവ് ചിന്തകൾ മാറ്റണം. അതായത് നമ്മൾ നിരന്തരം കടമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ, കടം എന്ന് പറയുന്ന ആ മണി ബ്ലോക്കിനെ നമ്മൾ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. അതായത് കടം എന്നുള്ളതിന് പകരം നമ്മളിലേക്ക് പൈസ നിരവധി വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കണം നമ്മൾ ഇനി തൊട്ട് വിഷ്വലൈസ് ചെയ്യേണ്ടത്. അപ്പം കടം എന്നുള്ളൊരു വേർഡ് നിങ്ങളുടെ മനസ്സിൽ ഇനി തൊട്ട് എടുത്ത് കളയണം. പിന്നെ നമ്മൾ ഇല്ലായ്മകൾ പറയുന്നത്, മറ്റുള്ളവരുടെയൊക്കെ ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളത് നിർത്തുക. നമുക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരോട് നമ്മളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഇല്ലായ്മകളുണ്ടെന്ന് മറ്റുള്ള ഒരാൾ അറിയേണ്ട കാര്യമില്ല. ഇല്ലായ്മകൾ നമ്മൾ എപ്പോഴും പറയുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇല്ലായ്മകളെ വന്നുകൊണ്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തിനും ഇല്ലായ്മകളുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറയുന്നത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇന്ന് തൊട്ട് ചെയ്യേണ്ട കാര്യമാണ് ദാരിദ്ര്യം പറച്ചിൽ നിർത്തലും, നമ്മുടെ കടം എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു നെഗറ്റീവ് കാര്യം നിർത്തലും. അടുത്ത മണി ബ്ലോക്കിൻ്റെ ഒരു പ്രധാന കാര്യമാണ് നമ്മൾ മണിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു റെസ്പെക്റ്റ്, ഒരു ലവ്, ഒരു സ്നേഹമോ റെസ്പെക്റ്റോ ബഹുമാനമോ നമ്മൾ മണിക്ക് കൊടുക്കുന്നത്. കാരണം നമ്മൾ ചില വീടുകൾ കണ്ടില്ല, 1 രൂപയാണെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ടേക്കുവാണെങ്കിൽ അതൊരു റെസ്പെക്റ്റ് ഇല്ലായ്മയാണ്. 1 രൂപയെ പോലും നമ്മൾ വളരെ റെസ്പെക്റ്റോടുകൂടി കണ്ട് അത് നമ്മൾ അതിനെ വലിച്ചെറിയാതെ എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിച്ച് വെക്കുകയേ ചെയ്യാവുള്ളൂ. അതായത് നമ്മൾ അതിനൊരു വില കൊടുക്കണം. നമ്മൾ എപ്പോഴും 1 രൂപയ്ക്ക് പോലും വില കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ 1 രൂപ പോലും വലിച്ചെറിയുകയോ, അതായത് അവിടെ ഇവിടെ വെക്കുക, നമ്മൾ പേഴ്സിനകത്തൊക്കെ നമ്മൾ പൈസയൊക്കെ ചുരുട്ടിയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ പൈസ എപ്പോഴും റെസ്പെക്റ്റോട് കൂടി കാണാവുള്ളൂ. എന്നിട്ട് നമ്മൾ നിവർത്തി വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ പൈസ എപ്പോഴും നിവർത്തി തന്നെ കീപ്പ് ചെയ്യുക. അതല്ലാതെ ചുരുട്ടി കൂട്ടി ഒടിച്ച് അതങ്ങനെയൊക്കെ കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും ക്യാഷ് ചിലവാക്കുമ്പോൾ, അടുത്ത മണി ബ്ലോക്കിൻ്റെ പ്രധാന കാരണമാണ് ക്യാഷ് ചിലവാക്കുമ്പോൾ നമ്മൾ വിഷമിക്കുന്നത്. നമുക്ക് പൈസ സ്പെൻഡ് ചെയ്താലും നമുക്ക് വീണ്ടും പൈസ വരുത്തുള്ളൂ. കാരണം നമ്മൾ പൈസ നമ്മൾ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ പൈസ നമ്മളിങ്ങനെ നിരന്തരം ഉണ്ടാക്കുന്ന പൈസ നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ചിലവാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പൈസ കൊണ്ട് എന്തെങ്കിലും വെറും പേപ്പർ കഷ്ണങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പൈസ നമ്മളിലേക്ക് വരുന്ന പൈസ നമ്മൾ ചിലവാക്കുന്നതിൽ ദുഃഖിക്കാൻ പാടില്ല. ദുഃഖിക്കുവാണെങ്കിൽ നമ്മൾ ആ പൈസ ചിലവാക്കുന്നതിൽ നമ്മൾ വിഷമിച്ചുകൊണ്ടാണ് ചിലവാക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, മണി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് നമ്മളിലേക്ക് പൈസ വരുന്നത് നമ്മൾ കുറയ്ക്കുവാണ്. അത് നമ്മൾ പോലും അറിയാതെ ചെയ്യുന്നൊരു തെറ്റാണ്. പക്ഷെ ഇന്ന് തൊട്ട് നിങ്ങൾ അതെല്ലാം മാറ്റണം. പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. ഒരു പൈസ നമ്മളൊരാൾക്ക് ഇപ്പോൾ ഒരിടത്ത് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചാൽ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് നമ്മൾ എടുത്തത്. അതിനെക്കുറിച്ച് ഓർത്ത് പിന്നെ അതിന് ഇത്രയും രൂപയായെന്ന് ഓർത്ത് നമ്മൾ ഒരിക്കലും അത് പിന്നെ നമുക്ക് മലയാളികൾക്കുള്ള പ്രധാന പ്രശ്നമാണ്, നമ്മളിപ്പം ഡ്രസ്സ് വാങ്ങിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളാണ് നമ്മൾ എടുത്തെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ബില്ലിംഗ് സെക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ബില്ല് അടയ്ക്കാൻ നേരത്താണ് നമ്മുടെ നെഞ്ച് കിടന്ന് പിടയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ഓർത്തങ്ങ് ആവലാതിയാണ്. അത് നമ്മളെല്ലാവരെയും ഇതാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു ഹൈ ഫ്രീക്വൻസി, ഒരു സന്തോഷവും ഇതുമെല്ലാം നമ്മുടെ പൈസയുടെ കാര്യം അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മളിൽ നിന്ന് കുറയാൻ തുടങ്ങും. അതാണ് നമ്മുടെ പിന്നിൽ നമ്മൾ പോലും അറിയാവുന്ന ഒരു തെറ്റാണത്, വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് ഇന്നോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പൈസ നമ്മൾ ചിലവാക്കുന്നതിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി നമ്മളത് സന്തോഷത്തോടു കൂടിയേ കൊടുക്കാവുള്ളൂ. 1 രൂപ നമ്മളിൽ നിന്ന് പോകുമ്പോഴും അതിന് നമ്മൾ 100 ഇരട്ടിയായി എന്നിലേക്ക് തിരിച്ച് നീ മടങ്ങി വാ എന്നുള്ള രീതിയിലേ നമ്മൾ പൈസ നമ്മൾ ഒരാൾക്ക് കൊടുക്കാവുള്ളൂ. ഒരാൾക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യത്തിന് സ്പെൻഡ് ചെയ്യാവുള്ളൂ. അന്നേരം ഇന്ന് തൊട്ട് പൈസ നിങ്ങൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കാവുള്ളൂ. അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ പാടില്ല. നമ്മൾ ആ സ്പെൻഡ് ചെയ്യുന്ന പൈസ 100 ഇരട്ടിയായിട്ട് നീ എന്നിലേക്ക് തിരിച്ചു വരണം എന്ന് മനസ്സിൽ വിചാരിച്ചേ നമ്മൾ പൈസ കൊടുക്കാവുള്ളൂ. 1 രൂപ നമ്മൾ ഒരാൾക്ക് കൊടുത്താലും ആ സന്തോഷം നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. പിന്നെ നമ്മുടെ മണി ബ്ലോക്കുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ചാരിറ്റി.
നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളിയിലോ നമ്മളിപ്പോൾ എവിടെ പോയാലും നമുക്ക് വെളിയിൽ ഈ റോഡ് സൈഡിലൊക്കെ ഓരോരുത്തർ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ പൈസ ചോദിച്ച് ഓരോ ആവശ്യങ്ങൾക്ക് പൈസ ചോദിച്ച് വരുന്നവരെ കാണാം. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ കൈ നീട്ടിക്കൊണ്ട് നമ്മുടെ മുന്നിൽ വരാം. ഇതൊക്കെ നമ്മൾ 1 രൂപ അവർക്ക് കൊടുത്താൽ അത് ചാരിറ്റി തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മുടെ കയ്യിൽ 1 രൂപയെങ്കിൽ 1 രൂപയുണ്ട്, അതുണ്ടായിട്ട് നമ്മൾ ആ വ്യക്തികൾക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണി ബ്ലോക്കാണ്. നമുക്ക് മണി ബ്ലോക്ക് മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ചാരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് 1 രൂപയെങ്കിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ 100 ഇരട്ടിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരും. കാരണം നമ്മളിപ്പോൾ ഒരാൾക്ക് 1 രൂപ കൊടുക്കുമ്പോൾ ആ പുള്ളി അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന നമ്മളിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വരത്തുള്ളൂ. ഇപ്പം നമ്മൾ ഒരാൾക്ക് 1 രൂപ ഉണ്ടായിട്ട് നമ്മുടെ കയ്യിൽ കാണില്ല എന്നൊന്നുമില്ല അല്ലേ. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ 1 രൂപയെങ്കിലും ഇല്ലാതിരിക്കത്തില്ല. നമ്മൾ കാലിയായിട്ട് നടക്കാറില്ല അല്ലേ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു നിശ്ചിത തുക നമ്മുടെ കയ്യിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക്, നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോകുന്നു, നമ്മൾ ഒരുപാട് പൈസ അവിടത്തേക്ക് ചിലവാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പുറത്തിരിക്കുന്ന നമ്മുടെ മുന്നിൽ കൈ നീട്ടുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ദൈവത്തിന് പൈസ വേണോ? ദൈവത്തിന് ഒരിക്കലും പൈസ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് ഇതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെല്ലാവരും ഇതെല്ലാം വേണ്ടി ചെയ്യുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്താലും പുറത്തിരിക്കുന്നവർ നമ്മൾ എന്തോ ചിന്തിക്കുന്നത്, നമ്മൾ കൂടുതൽ മലയാളികൾ ചിന്തിക്കുന്ന പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, എന്തിനാ ഇവർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇവർക്കൊക്കെ ഇഷ്ടം പോലെ ദിനം പ്രതി കിട്ടിക്കൊണ്ടിരിക്കുന്നത്, വേറെ പണിയില്ല, ഇതെല്ലാം കള്ളത്തരോ. നമ്മളിങ്ങനെയാണ് ചിന്തിക്കുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, അവർ ആ ഒരു ജീവിത മാർഗത്തിലാണ് അവർ കഴിയുന്നത്. നമ്മളത് ചിന്തിക്കേ വേണ്ട. ആ ഒരു കാര്യത്തിലാണ് അവർ ജീവിച്ചു പോകുന്നതെങ്കിൽ അവരൊരാൾ നമ്മുടെ മുന്നിൽ കൈ നീട്ടുമ്പോൾ 1 രൂപയെങ്കിൽ 1 രൂപ ഇന്ന് തൊട്ട് നിങ്ങൾ ചെയ്താൽ അത് ചാരിറ്റിക്ക് തുല്യമാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വന്ന് കൈ നീട്ടുന്ന ഒരാളുടെ മുന്നിൽ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞുകൂടാ. ചാരിറ്റി ചെയ്യുന്നത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. അതുകൊണ്ട് മണി ബ്ലോക്ക് നമുക്കത് കുറയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് തൊട്ട് എല്ലാവരും ചാരിറ്റി വളരെ നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഇന്ന് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ സമ്പത്ത് ഇപ്പം ഞാൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ്, നിരന്തരം നിങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, നിങ്ങളിലേക്ക് പൈസ വിവിധ മാർഗ്ഗങ്ങളിലൂടെ വരുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ എക്സാമ്പിളായിട്ട് വരാം. നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് പറയുകയാണ് ഐ ആം റിച്ച്. ഇങ്ങനെ ഒരു അഫർമേഷൻ നമ്മളിങ്ങനെ കണ്ണാടിയുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളിങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് തന്നെ ചിരി വരുമല്ലേ. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് റിച്ചായെന്ന് ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് എനിക്കതങ്ങനെ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ടുകൾ തന്നുകൊണ്ടേയിരിക്കും. നീ റിച്ച് അല്ലല്ലോ, നീ എങ്ങനെയാണ്. എന്നിട്ട് ആദ്യമായിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഈ ഇതിൻ്റെ കുറിച്ചൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരാൾക്ക് അങ്ങനെ ആദ്യം വരുന്ന ഒരു ഡൗട്ട് അതായിരിക്കും, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഞാൻ കടത്തിൻ്റെ പുറത്ത് കിടക്കുന്ന ഞാൻ എങ്ങനെയാണ് റിച്ച് ആണെന്ന് വിഷ്വലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഡൗട്ടുകൾ വരും. ഈ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്കിതൊന്നും വർക്കാവത്തില്ല. അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് വാക്കുകളാണ് പറയുന്നത്. ആ 2 വാക്കുകൾ ഞാൻ പറയുന്നത് കുറച്ച് നാളത്തേക്ക് നിങ്ങൾ എന്നും രാത്രി ഉറങ്ങാൻ നേരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോഴാണ് നമുക്ക് തുറന്നിരിക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണല്ലോ നമുക്കെല്ലാം കൊടുക്കുന്ന നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡാണല്ലോ നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറയാൻ പോകുന്ന ഈ 2 വാക്ക് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് പറയണം. കാരണം ഒരു അഫർമേഷൻ പറഞ്ഞ് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യുന്നതിലൊന്നും താല്പര്യമില്ല, അതിൽ നിങ്ങൾക്ക് അത്ര വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് കുറേ ഡൗട്ടുകളുണ്ട്, അത് എങ്ങനെ എനിക്ക് പൈസ ഇല്ലാത്തതൊക്കെ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും എന്നുള്ളതൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. ഈ 2 വാക്ക് നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ ഡെയിലി രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ കിടന്ന് നല്ല കണ്ണുകളടച്ച് മനസ്സിനെ ശാന്തമാക്കിയിട്ട് ഈ 2 വാക്ക്, വേറെ ഒന്നും ചിന്തിക്കാതെ ഈ 2 വാക്കുകൾ പറയുക. സമ്പത്ത് വിജയം. ഈ 2 വാക്കുകൾ നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. കുറച്ച് ദിവസം നിങ്ങളിത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ, കാരണം നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. പിന്നെ നിങ്ങൾ എന്ത് അവോയ്ഡ് ചെയ്യണം? നെഗറ്റീവ് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഈ പണമില്ല എന്നുള്ള ഒരു തോട്ട്സ് നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ നോക്കണം. നമുക്ക് പണമില്ല എന്നുള്ളൊരു ചിന്ത നമ്മളിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് വരുന്ന പൈസയുടെ അളവ് കുറയും. അതുകൊണ്ടാണ് അത് പറഞ്ഞു തരുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ പൈസ ഇല്ല എന്നുള്ളതും ദാരിദ്ര്യം പറച്ചിൽ മറ്റുള്ളവരൊക്കെ പറയുന്നതും നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് ഈ സമ്പത്ത് വിജയം എന്നുള്ള ഈ 2 വേർഡ്സ് മാത്രം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാൻ പോകുന്ന ഒരു അഫർമേഷൻ കൂടി പറയണം. അതായത് ആ അഫർമേഷൻ നിങ്ങൾ എഴുതിയെടുത്തോ. എൻ്റെ ജീവിതത്തിൽ ഉടനീളം ലഭിച്ച ധനത്തിന് നന്ദി. എൻ്റെ ജീവിതത്തിൽ
ഉടനീളം ലഭിച്ച ധനത്തിന് നന്ദി. എൻ്റെ ജീവിതത്തിൽ ഉടനീളം ലഭിച്ച ധനത്തിന് നന്ദി. ഈ ഒരു അഫർമേഷൻ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ വിശ്വാസമില്ലാത്തവർ ആദ്യം സമ്പത്ത്, വിജയം എന്ന് പറഞ്ഞിട്ടുള്ള ആ 2 വാക്കുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഈ അഫർമേഷൻ കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മൾ ഇത്രയും നാൾ നമ്മൾ ധനം കൊണ്ട് തന്നെയാണല്ലേ ജീവിച്ചത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയിട്ടില്ലേ. പൈസ കൊടുത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ആ പൈസ കൊടുത്ത് വാങ്ങിച്ച എന്തെങ്കിലും സാധനങ്ങൾക്ക് നമ്മുടെ വീട് തന്നെ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതിനെല്ലാം നമ്മൾ നന്ദി പറയുന്നുണ്ട്. അന്നേരം ഉണ്ടായ ഒരു സന്തോഷം നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലഭിച്ചിട്ടുള്ള എല്ലാ നമുക്ക് ധനം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയണം. നന്ദിയോട് നമ്മൾ എന്നും അതിനെ സ്മരിക്കണം. നമ്മൾ അന്നേരം നന്ദി ഉണ്ടെങ്കിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നന്ദി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മണിക്ക് നന്ദി പറയുകയാണെങ്കിൽ, ഡെയിലി നമ്മൾ പൈസയ്ക്ക് നന്ദി പറയുകയാണെങ്കിൽ നമുക്ക് പൈസ നമ്മളിലേക്ക് ആകർഷിക്കുന്നതിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ലഭിച്ച ധനത്തിന് നമ്മൾ എപ്പോഴും നന്ദി പറയണം. ഈ ഒരു അഫർമേഷനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് മുടങ്ങാതെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ, ഇതിന് ശേഷം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മണി അഫർമേഷൻ്റെ കുറേ അഫർമേഷൻ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ അഫർമേഷൻസും നിങ്ങൾ ഡെയിലി കേൾക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ 2 വാക്കുകളും ഈ ഒരു അഫർമേഷനും നിങ്ങൾ ഒരിക്കലും മുടങ്ങരുത്. മുടങ്ങാതെ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഡെയിലി നമ്മുടെ കുറച്ച് ദിവസത്തേക്കെന്നല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം ഇത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. നിങ്ങളുടെ മണി ബ്ലോക്കുകളെല്ലാം മാറ്റി നിങ്ങളിലേക്ക് പൈസ വരുന്നതിൻ്റെ അളവ് നന്നായിട്ട് വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത് 2 പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ ഞാൻ തുടർന്നിടുന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ചെയ്യുക. ഓക്കെ, താങ്ക് യു.